പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ വിവാദത്തിലായത്. മണിക്കൂറുകൾക്ക് ശേഷം പോസ്റ്റ് പിൻവലിച്ച് യൂട്യൂബർ ഷിഹാബ് ചോറ്റൂർ. സൈബർ ആക്രമണത്തിന് പിന്നാലെയാണ് ഷിഹാബ് തന്റെ പോസ്റ്റ് പിൻവലിച്ചത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു ഇന്ത്യൻ മുസൽമാൻ ആയതിൽ അതിൽ പ്രധാനമന്ത്രിയോട് വളരെ നന്ദിയുണ്ടെന്നും ഷിഹാബ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു. വൈകാതെ തന്നെ ഈ പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പശ്ചാത്തലത്തിലാണ് ഷിഹാബിൻ്റെ പോസ്റ്റ് ഉണ്ടായത്. ഇതോടെ സംഘപരിവാർ പേജുകളിലും ഈ പോസ്റ്റിനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും നിരവധി ആളുകൾ രംഗത്തു വരികയും ചെയ്തു. അതേസമയം ഷിഹാബിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ചിലർ രംഗത്തു വരികയായിരുന്നു. പോസ്റ്റ് വിവാദമായതോടെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. തുടർന്ന് ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തു. എൻ്റെ മുമ്പ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു. അത് വൈറൽ ആകുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തു കണ്ടപ്പോൾ രാജ്യത്തിൻ്റെ PM എന്ന പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ പോസ്റ്റിനു ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പോസ്റ്റ് ഇട്ടത് എന്നും ഷിഹാബ് ഫേസ്ബുക്കിൽ കുറിച്ചു. അല്ലാതെ അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഫാസിസവുമായി ഒരിക്കലും രാജിയാവാനില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത്. ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത്. അത് അള്ളാഹുവിന് വിടുന്നു. ആത്മാർത്ഥമായി പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവ് ചെയ്തു അത് ഷെയർ ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരിക്കലും ഫാസിസത്തെ ഞാൻ പിന്തുണയ്ക്കില്ല. വിശദീകരണമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ ഇട്ട പോസ്റ്റിനു ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഷിഹാബ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. അതേസമയം ഷിഹാബിൻ്റെ മറ്റ് പല പോസ്റ്റുകൾക്കും താഴെയും ഇത്തരത്തിൽ ആക്രമണം എപ്പോഴും തുടരുകയാണ്. BJPയുടെ അടുത്ത ഉപാധ്യക്ഷൻ എന്നെല്ലാം കാണിച്ചാണ് വിമർശനങ്ങൾ ഉയരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.